കെ എസ് ഇ ബിയുടെ സോളാർ പദ്ധതി പ്രകാരം ഏറ്റുമാനൂരിൽ ഒരു സോളാർ യൂണിറ്റ് സ്ഥാപിക്കാനും അതിനുവേണ്ടി ഉദ്ദേശം 6.25 കോടി രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അത് ഒരു ബാംഗ്ലൂരിലുള്ള പ്രൈവറ്റ് കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്ത് 2.5 കോടി രൂപ അഡ്വാൻസായി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് അതിന്റെ യാതൊരു നടപടികളും ഏറ്റുമാനൂർ ആരംഭിക്കുകയോ പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ 2.5 കോടി രൂപ ഈ പ്രൈവറ്റ് കമ്പനി വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഒരു പ്രാരംഭ നടപടികളും ഇന്നുവരെ ഈ പറഞ്ഞ സ്ഥലത്ത് ആരംഭിക്കുകയോ പ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിൽ ഈ KSEB ഇതിനിടയ്ക്ക് ഈ പ്രൊജക്ട് നെന്മാറയ്ക്ക് മാറ്റുകയുണ്ടായി. അവിടെ എന്തോ സാങ്കേതിക തടസ്സം പറഞ്ഞ് വീണ്ടും 2019 ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുവരികയുണ്ടായി. 2019 കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് കഴിഞ്ഞ 7 വർഷമായി യാതൊരു നടപടികളും ഇതിനെക്കുറിച്ച് ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. അത് എന്താണ് അതിനുണ്ടായ കാരണമെന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ ബാധ്യതയുണ്ട്. ഗവൺമെന്റ് തലത്തിൽ അതിന് ഒരു അന്വേഷണമോ മറ്റു നടപടികളോ ഇതുവരെയായി ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി ഇതിന്റെ നിജാവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടി ലോകായുക്തയിലേക്ക് അപേക്ഷ കൊടുക്കുകയും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതിനാൽ ഈ 2.5 കോടി രൂപ അഡ്വാൻസ് കൊടുത്തിട്ടും യാതൊരുവിധ നടപടികളും KSEB മുന്നോട്ട് നീക്കാതെ പൊതുജനങ്ങൾക്ക് നഷ്ടം വരുത്തിയിട്ടുള്ള ഈ ഒരു കാര്യം പൊതുജന ശ്രദ്ധയിൽ അറിയിക്കാൻ വേണ്ടിയാണ് ജനകീയ സമിതി ലോകായുക്തയെ പരാതി കൊടുക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും തീരുമാനിച്ചിട്ടുള്ളതാണ്. ചെലവിട്ട് കഴിഞ്ഞു എങ്കിലും വിഭാവനം ചെയ്ത സോളാർ പദ്ധതി ഏറ്റുമാനൂരിൽ നടപ്പായിട്ടില്ല. അന്വേഷണം നടത്തണം. ലോകായുക്തയെ സമീപിക്കുവാൻ ജനകീയ വികസന സമിതി തീരുമാനിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റുമാനൂരിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച സോളാർ പദ്ധതിക്കായി ഏകദേശം 2.5 കോടി രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. 10 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ പദ്ധതിക്കായി ബാംഗ്ലൂരുള്ള ഗ്രീൻ സോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഏകദേശം 2.5 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. 6.68 കോടി രൂപയ്ക്കായിരുന്നു കരാർ. 2010 തുടങ്ങിയ ഈ പദ്ധതി 2018 ഏറ്റുമാനൂർ മായ റെസ്റ്റോറന്റിന് എതിർവശം കിടക്കുന്ന KSEB വക സ്ഥലം ചതുപ്പ് നിലമാണ് എന്ന് പറഞ്ഞ് നെന്മാറയ്ക്ക് മാറ്റി. പദ്ധതി വിഭാവനം ചെയ്തപ്പോ കാണാത്ത കാര്യം എങ്ങനെയാണ് 2018 നെന്മാറയ്ക്ക് മാറ്റുവാൻ തീരുമാനമെടുത്തത്? ഇതിന് ദുരൂഹതയുണ്ട്. വീണ്ടും 2019 പദ്ധതി ഏറ്റുമാനൂരിൽ തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒരു യൂണിറ്റ് വൈദ്യുതി പോലും അവിടെ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഇത് എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നത്? പൊതുജനങ്ങൾക്ക് ഇത് അറിയുവാനുള്ള അവകാശമുണ്ട്. അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഇത് അറിയുവാനുള്ള അവകാശം ജനങ്ങൾക്കുള്ളതാണ്. അതിനായി ജനകീയ വികസന സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലോകായുക്തയെ സമീപിക്കുവാൻ തീരുമാനിച്ചു. ഇതിന്റെ കാര്യം വെളിച്ചത്ത് വരണം. ഈ രൂപ എവിടെ പോയി? എന്തുകൊണ്ട് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും അവിടെ നിർമ്മിച്ചില്ല? അതാണ് ജനകീയ വികസന സമിതി ആവശ്യപ്പെട്ടത്. ഇതിന്റെ തൃപ്തികരമായ മറുപടി കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും ലോകായുക്തയെ സമീപിച്ച് ഇതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് ജനകീയ വികസന സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂർ മീഡിയ സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി രാജീവ്, മോഹൻകുമാർ മംഗലത്ത്, ഷബീർ തായ്മാടം, ജോയ് വർഗീസ്, ടിങ്കു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു.